ഗോഡ്, എന്താണെന്ന് അറിയില്ല. ഇന്ന് രാത്രി ഉറക്കവും വരുന്നില്ലല്ലോ. ഞാൻ ആ പിശാശ് വരുന്നതിന് മുമ്പേ ഉറങ്ങണമെന്ന് കരുതിയതാ. ഇതിപ്പോ എന്താ ഇങ്ങനെ? ഇഷ്കി പുതച്ചിരുന്ന പുതപ്പുയർത്തി രാജ്വീർ അതിന്റെ അടിയിലേക്ക് മെല്ലെ കയറി. അവൻ അങ്ങനെ ചെയ്തപ്പോൾ ഇഷ്കിയുടെ ഹൃദയം ഉറക്കം മിടിക്കുവാൻ തുടങ്ങി. ഞാൻ വെറുമൊരു കാഴ്ചക്കാരിയായി പോയ ആ കല്യാണത്തിൽ എനിക്ക് വധുവായി മണ്ഡപത്തിൽ ഇരിക്കേണ്ട അവസ്ഥയുണ്ടായി. ഈ ലോകത്ത് വേറെ ആർക്കെങ്കിലും ഈ അവസ്ഥ വന്നിട്ടുണ്ടാകോ എന്ന് പോലും എനിക്കറിയില്ല. രാജ്വീറിനൊപ്പം മണ്ഡപത്തിലിരിക്കുകയായിരുന്നു ഇഷ്കി. അവളെ കാണുന്ന ആർക്കും മനസ്സിലാകും, ബോധമില്ലാത്ത രീതിയിൽ ഒരു സ്വപ്നാടനത്തിലേതുപോലെയായിരുന്നു അവളുടെ ഇരിപ്പ്. ഇഷ്കി ശരിക്കും രാജ്വീറിനെ വിവാഹം ചെയ്യാൻ പോവുകയാണെന്നും സിംഗാനിയ കുടുംബത്തിന്റെ മരുമകളാകാൻ പോവുകയാണെന്നും അവിടെ അത് കണ്ടു നിന്നവർക്കോ രാജ്വീറിന്റെ കുടുംബക്കാർക്കു പോലുമോ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല.